Hello friends, this is our first session and in this session we are focusing on the subject geotechnical engineering and in this video we are discussing on origin of soil. So let's get started. The soil transported by running water is called A. Alluvial soil, B. Marine soil, C. Alluvial soil, D. Lacustrine soil. Disintegration of rock അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ കാരണം രൂപപ്പെടുന്ന അൺസിമെന്റഡ് അഥവാ അൺകൺസോളിഡേറ്റഡ് പെർട്ടിക്കുലേറ്റ് മാറ്ററിനെയാണ് നമ്മൾ സോയിൽ എന്ന് പറയുന്നത്. നോർമലി ഒരു സോയിലിൻ്റെ ജിയോളജിക്കൽ സൈക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെതറിംഗ് ആണ്, അതായത് പാരന്റ് റോക്കിൻ്റെ വെതറിംഗ്. ഈ വെതറിംഗ് കെമിക്കൽ വെതറിംഗ് ഉണ്ടാകും, ഫിസിക്കൽ വെതറിംഗ് ഉണ്ടാകും, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും ലേറ്റർ. രണ്ടാമത് ആ പ്രൊഡക്റ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും, പിന്നെ ഡെപ്പോസിഷൻ ആയിരിക്കും, പിന്നെ അപ്ഹീവൽ. ഇതിൻ്റെ കറക്റ്റ് സീക്വൻസസ് എന്താണെന്നത് PSCയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ കംപ്ലീറ്റ് സൈക്കിളിനെയാണ് നമ്മൾ ജിയോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഏജന്റ് റെസ്പോൺസിബിൾ ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് വെതറിംഗ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. So depending upon the agents which is responsible for the transportation of soil, we have the following types of soil. That is, നമ്മുടെ സോയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കാരണം വിൻഡ് ആണെങ്കിൽ ആ സോയിലിനെ നമ്മൾ എയോലിയൻ സോയിൽ എന്ന് പറയും. എയോലിയൻ സോയിലിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് സാൻഡ് ഡ്യൂൺസും ലോസും. സ്റ്റിൽ വാട്ടർ ലൈക്ക് ലേക്ക് ആണെങ്കിൽ അതിനെ നമ്മൾ ലാക്കുസ്ട്രൈൻ സോയിൽ എന്ന് പറയുന്നു. റണ്ണിങ് വാട്ടർ ലൈക്ക് റിവർ ആണെങ്കിൽ നമ്മൾ അതിനെ അലൂവിയൽ സോയിൽ എന്ന് പറയുന്നു. അതുപോലെ സീ ആണെങ്കിൽ മെറൈൻ സോയിൽ, ഐസ് ഓർ ഗ്ലേഷ്യർ ആണെങ്കിൽ ഗ്ലേഷ്യർ ഡെപ്പോസിറ്റ്. അതിൽ വരുന്ന രണ്ട് എക്സാമ്പിളാണ് ഡ്രിഫ്റ്റ് ആൻഡ് ടിൽ. പിന്നെ ഗ്രാവിറ്റി, അതിൽ വരുന്നതാണ് കൊലൂവിയൽ സോയിൽ. ഗ്രാവിറ്റിക്ക് എക്സാമ്പിളായിട്ട്, അതായത് ഇപ്പോൾ ഒരു ഹിൽ ടോപ്പിൽ ഉണ്ടാവുന്ന സോയിൽ സോളിഡ്സ് ഗ്രാവിറ്റി കാരണം താഴേക്ക് വന്ന് ഡെപ്പോസിറ്റ് ആവുന്നു. ഇതിനെയാണ് നമ്മൾ ഗ്രാവിറ്റി കാരണം വരുന്ന കൊലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇതിൽ നോർമലി ചോദിച്ചു കാണാനുള്ളത് വിൻഡ് കാരണം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, റിവർ കാരണം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് റണ്ണിങ് വാട്ടറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് കാരണം ഉണ്ടാവുന്ന സോയിലാണ്. സോ ദ ആൻസർ ഇസ് അലൂവിയൽ സോയിൽ, ദാറ്റ് ഇസ് ഓപ്ഷൻ സി. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന വേറെ രണ്ട് ഇമ്പോർട്ടൻറ്റ് classification of soil ആണ് residual soil and transported soil. Residual soil, it is also called as sedentary soil. അതിൽ എക്സാമ്പിൾ വരുന്നതാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ ആൻഡ് ലാറ്ററൈറ്റ് സോയിൽ. അപ്പോൾ എന്താണ് റെസിഡുവൽ സോയിൽ എന്ന് നമുക്ക് നോക്കാം. ഇതൊരു പാരന്റ് റോക്കാണ്. ഈ പാരന്റ് റോക്ക് ഡിസെൻറ്റിഗ്രേഷൻ കാരണം കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടാവുകയും ഈ പ്രോഡക്ട്സ് ചില സമയത്ത് ഇത് പാരന്റ് റോക്കിൽ തന്നെ കാണും, മറ്റു ചില സമയത്ത് ഏജൻസ് കാരണം, അതായത് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത വിൻഡ് അല്ലെങ്കിൽ വാട്ടർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടിങ് ഏജൻറ്റ് കാരണം ട്രാൻസ്പോർട്ട് ചെയ്ത് പാരന്റ് റോക്കിൽ നിന്നും ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ടൈപ്പ് ഓഫ് സോയിലിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയാം. മറിച്ച് ഇപ്പോൾ പാരന്റ് റോക്കിൽ തന്നെയാണ് അതിൻ്റെ പ്രൊഡക്റ്റ് കാണുന്നതെങ്കിൽ അതിനെ നമുക്ക് റെസിഡുവൽ അല്ലെങ്കിൽ സെഡൻറ്ററി സോയിൽ എന്ന് പറയാം. The three-phase diagram represents the phase diagram of option A, saturated soil, B, dry soil, C, partially saturated soil, and option D, submerged soil. So before moving on to the answer, നമുക്ക് എന്താണ് ഫേസ് ഡയഗ്രാം എന്ന് നോക്കാം. നോർമലി ഒരു സോയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ആ സോയിൽ സോളിഡ്സ് ഉണ്ടാകാം, വാട്ടർ, എയർ ആൻഡ് ഇൻ സം കേസ് ഓർഗാനിക് മാറ്റർ, അതായത് ഡെഡ് പ്ലാന്റ്സിൻ്റെയും മറ്റും റെമനൻസ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഓർഗാനിക് മാറ്റർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സോയിൽ സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇതാണ് സോയിൽ സോളിഡ്സ്. അപ്പോൾ ഈ സോയിൽ സോളിഡ്സ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ നമുക്ക് കാണാം വേക്കൻ്റ് ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട്.
അപ്പോൾ ഈ വേക്കൻ്റ് ആയിട്ടുള്ള ഏരിയാസിനെയാണ് നമ്മൾ വോയിഡ്സ് എന്ന് നോർമലി പറയുന്നത്. ഇൻ സം കേസസ് ഈ വോയിഡ്സ് ചിലപ്പോൾ വാട്ടർ വന്നിട്ടായിരിക്കാം ഫില്ല് ചെയ്യുന്നുണ്ടാവുക, ചില സമയത്ത് അവിടെ എയർ ആയിരിക്കാം, ചിലപ്പോൾ ഇത് രണ്ടും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ബേസിസ് വെച്ചിട്ട് നമുക്ക് സോയിലിനെ പാർഷ്യലി സാച്ചുറേറ്റഡ്, ഫുള്ളി സാച്ചുറേറ്റഡ്, ഓവൻ ഡ്രൈഡ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേഷനെയാണ്, ഈ റെക്റ്റാങ്കിൾ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫേസ് ഡയഗ്രാം എന്ന് നോർമലി പറയുന്നത്. നോർമലി നമ്മൾ ഈ സൈഡിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് വോളിയമും ഈ സൈഡിൽ കറസ്പോണ്ടിങ് വെയിറ്റും ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഈ സോയിലിൽ നമുക്ക് പറയാം ഈ വോയിഡ്സിൽ ചില സമയത്ത് വാട്ടർ, ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ എയർ ഉണ്ടാവും. ആ ഒരു സോയിലിനെയാണ് നമ്മൾ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലിൻ്റെ കേസിൽ സോളിഡ്സ്, വാട്ടർ ആൻഡ് എയർ ഉണ്ടാകും. ഇനി ഈ സോയിലിനെ നമ്മൾ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റ് ചെയ്യുന്നു, അതായത് സോയിലിലെ വോയിഡ്സ് കംപ്ലീറ്റ്ലി ഫിൽ ചെയ്യുന്നത് വാട്ടർ മാത്രമായിരിക്കും. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറയാം. അപ്പോൾ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലിൽ സോളിഡ്സും വാട്ടറും ഈ രണ്ട് ഫേസസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഈ സോയിൽ സാമ്പിളിനെ ഓവൻ ഡ്രൈ ചെയ്യുന്നു. ഓവൻ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ വോയിഡ്സ് കംപ്ലീറ്റ്ലി ഫിൽ ആവുന്നത് എയർ കൊണ്ടായിരിക്കാം. അതായത് ഒരു ഓവൻ ഡ്രൈ സോയിലിൻ്റെ കേസിൽ നമുക്ക് സോളിഡ്സ് ആൻഡ് എയർ ഈ രണ്ട് ഫേസസ് ആയിരിക്കും കാണാൻ പറ്റുക. Therefore, for a partially saturated soil, 3 phase diagram നമുക്ക് കിട്ടുക. ഫുള്ളി സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ഓവൻ ഡ്രൈ സോയിലിൻ്റെ രണ്ട് കേസിലും നമുക്കൊരു 2 phase diagram ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഏത് സോയിലിനാണ് 3 phase diagram ഉണ്ടാവുക എന്നതാണ്. So, we'll get a 3 phase diagram for a partially saturated soil. Therefore, our option is C. Volume of air, volume of water. ഇത് രണ്ടിൻ്റെ സമ്മേഷനെയാണ് നമ്മൾ വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഗ്രാഫിൽ തന്നെ ഈ സാമ്പിൾ പിക്ചർ തന്നെ നമുക്ക് മനസ്സിലാവും ഈ വോയിഡ്സ് ഫില്ല് ചെയ്യുന്നത് വാട്ടറും എയർ കാരണമായിരിക്കും. സോ അതിൻ്റെ രണ്ട് സമ്മേഷൻ എടുത്താൽ നമുക്ക് വോയിഡ്സിൻ്റെ ടോട്ടൽ വോളിയം കിട്ടും. സോ നെക്സ്റ്റ് ഈസ് വോളിയം ഓഫ് സോളിഡ്സ്. അപ്പോൾ നമുക്ക് ടോട്ടൽ വോളിയം ഓഫ് ദ സോയിൽ സാമ്പിൾ എന്ന് പറയുന്നത് വോളിയം ഓഫ് സോളിഡ്സ് പ്ലസ് വോളിയം ഓഫ് വോയിഡ്സ് ആണ്. സോ ഐ ഹാവ് ഓൾറെഡി മെൻഷൻ ദാറ്റ് വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ ആയിരിക്കും. Next question. The liquefaction of loose sand deposits may be caused by option A, dilatancy, option B, thixotropy, option C, sensitivity, and option D, none of the above. ആദ്യം നമുക്ക് ഓപ്ഷൻസിലെ ഓരോ ടേംസും എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് ഡയലറ്റൻസി ആണ്. എന്താണ് ഡയലറ്റൻസി? ഡയലറ്റൻസി മീൻസ് it is the volumetric change of angular solids when it is subjected to a shear deformation. ആംഗുലാർ ആയിട്ടുള്ള ഒരു സോയിൽ സാമ്പിളിൽ നമ്മൾ ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷിയർ ഫോഴ്സ് അതായത് സർഫസിന് പാരലൽ ആയിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സോയിൽ സാമ്പിളിൽ ഡീഫോർമേഷൻ സംഭവിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെയുള്ള വോയിഡ്സ് ഡീഫോർമേഷന് ശേഷം വോയിഡ്സിൻ്റെ വോളിയം കൂടുന്നു. അപ്പോൾ ഈ വോയിഡ്സിൻ്റെ വോളിയം കൂടുന്നതിനെയാണ്, അതായത് വോയിഡ്സ് ഡയലേഷൻ സംഭവിക്കുന്നത്, വോയിഡ്സിന് വോളിയം ഇൻക്രീസ് ആവുന്ന സമയത്തിന് ഈ ഒരു കേസിനെയാണ് നമ്മൾ ഡയലറ്റൻസി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ലൂസ് സോയിലിൽ ഇതുപോലൊരു ഷിയർ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ സംഭവിക്കുന്നത് ഇത് തിരിച്ച് ഡെൻസ് സോയിലിലേക്ക് മാറുന്നു. അപ്പോൾ ഇതൊരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത്. അപ്പോൾ ഈ പ്രോസസ്സിന്, അതായത് ഡെൻസിൽ നിന്നും ലൂസിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഡയലറ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയലറ്റൻസി ഈ വോളിയം കാരണം ഇപ്പോൾ ഇൻ കേസ് ഈ സാമ്പിളിൻ്റെ താഴെ വാട്ടർ ഉണ്ടെങ്കിൽ ഈ വാട്ടർ ഈ വോയിഡ്സിലേക്കൂടെ കയറി ഈ വോയിഡ്സ് വന്ന് ഫില്ലാവുന്നു, താഴത്തു നിന്നും വോയിഡ്സിലേക്ക് ഫില്ലാവുന്നു. ആ സമയത്ത് സോയിൽ വാട്ടറിൻ്റെ കണ്ടന്റ് കൂടുകയും സാമ്പിളിൻ്റെ സ്ട്രെങ്ത് കുറയുകയും ചെയ്യുന്നു. അതിനെ നമ്മൾ ആക്ച്വലി ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് തിക്സോട്രോപ്പിയാണ്. എന്താണ് തിക്സോട്രോപ്പി എന്ന് നോക്കാം. തിക്സോട്രോപ്പി, it is a strength regaining property of soil. അതൊന്നും കൂടി ക്ലിയർ ആവണമെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ സ്ട്രക്ചേഴ്സ് ഒന്ന് നോക്കാം. അതായത് നോർമലി സിംഗിൾ ഗ്രെയിൻ സ്ട്രക്ചർ ഇത് എക്സിബിറ്റ് ചെയ്യുന്നത് സാൻഡ് ആൻഡ് ഗ്രേവൽ ആയിരിക്കും. ഒരു സിംഗിൾ ഗ്രെയിൻ സ്ട്രക്ചറിൻ്റെ കേസ് ഇതിപ്പോൾ നമുക്ക് പറയാം ഇതൊരു ലൂസ് പാക്കിംഗ് ആണ്. ലൂസ് പാക്കിങ്ങിൻ്റെ കേസിൽ വോയിഡ് റേഷ്യോ ഇ എന്ന് പറയുന്നത് 0.91 ആയിരിക്കും. ഇനി മറിച്ച് ഇപ്പോൾ സിംഗിൾ ഗ്രെയിൻ സ്ട്രക്ചറിൽ ഇഫ് സോയിൽ പാർട്ടിക്കിൾസ് ഡെൻസ് ആയിട്ടാണ് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഡെൻസ് പാക്കിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ
ഈ കേസിൽ വരുന്ന വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് 0.35 ആണ്. അടുത്തത് പറയുന്നത് ഹണികോംഡ് സ്ട്രക്ചർ ആണ്. ഹണികോംഡ് സ്ട്രക്ചർ നോർമലി എക്സിബിറ്റ് ചെയ്യുന്നത് ഫൈൻസ് ആൻഡ് സിൽട്ടും ആയിരിക്കും. ഈ ടൈപ്പ് ഓഫ് സോയിൽ ആണ് ഏറ്റവും കൂടുതൽ ലിക്വിഫാക്ഷൻ കാണിക്കുന്നത്. അടുത്തത് പറയുന്നത് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ ആണ്. ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ ആണ് അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ക്ലേ. ഇപ്പൊ നോർമലി ഒരു ക്ലേ പാർട്ടിക്കിൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കുന്നതാണെങ്കിൽ അതിന്റെ എഡ്ജസിൽ ഉള്ള ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അതിന്റെ ഫേസിൽ കാണുന്ന ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ ഒരു ചാർജ് കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് ടോട്ടലി ഈ സാമ്പിൾ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കും. ബിക്കോസ് ദർ വിൽ ബി എ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് അട്രാക്ഷൻ. അതായത് അട്രാക്ഷൻ നമുക്ക് ഇവിടെ കാണാം. സോയിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഹൈലി സ്റ്റേബിൾ ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ ആണ്. ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചറിൽ വരുന്നതാണ് റീമൗൾഡഡ് ആയിട്ടുള്ള ഒരു ക്ലേ. ഈ കേസിൽ നമുക്ക് പറയാം ഇവിടെ ചാർജിന്റെ റിപ്പൽഷൻ ആണ് കാണുന്നത്. റിപ്പൽഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സോയിൽ സാമ്പിൾ എന്ന് പറയുന്നത് വീക്ക് ആയിരിക്കും, അതായത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള സോയിൽ ആയിരിക്കും. അപ്പോൾ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഈ സോയിൽ സാമ്പിൾ തിരിച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള ഈ ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറിലേക്ക് പോകുന്ന ഈ ഒരു ട്രാൻസിഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസിഷനെയാണ് നമ്മൾ ആക്ച്വലി തിക്സോട്രോപ്പി, അതായത് സോയിൽ അതിന്റെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്ത് തിരിച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ നോർമലി തിക്സോട്രോപ്പി എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ടേം എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ആണ്. സെൻസിറ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ബിറ്റ്വീൻ അൺഡിസ്റ്റർബ്ഡ് സോയിൽ സ്ട്രെങ്ത് ടു റീമൗൾഡഡ് സോയിൽ സ്ട്രെങ്ത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഷിയർ സ്ട്രെങ്ത്തിന്റെ പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഡയലറ്റൻസി ആണ്. ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.